ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള നാടൻ കുമ്പളങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. നല്ല വ്യത്യസ്ത രുചിയായിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് മുഴുവനും വേണ്ട, ഇതിൻ്റെ ഈ ഒരു പകുതി പീസ് മതിയാവും കേട്ടോ. നല്ല പാകത്തിന് മൂപ്പുള്ള ഒരു കുമ്പളങ്ങയാണ്. അപ്പോൾ ഞാൻ ഇത് ചെത്തിയൊക്കെ കളഞ്ഞ് തോലൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലായിട്ടുള്ള ചെറിയ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. വലിപ്പം ഇപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഒരു സൈസിലാണ് എടുത്തിരിക്കുന്നതെന്ന് മാത്രം. ഇനി നമുക്ക് ഒരു കറിച്ചട്ടി സ്റ്റൗവിലേക്ക് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ചട്ടി ഒന്ന് ചെറുതായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഞാനത് കറി എടുക്കുന്നത്. ഇനി ഇത് ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ മുളകും മല്ലിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ ചേഞ്ച് ചെയ്ത്, പിന്നെ അറിയാമല്ലോ നമ്മുടെ മുളക് പൊടിയൊക്കെ മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു രീതിയിൽ, പക്ഷേ കരിഞ്ഞു പോകരുത്, ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കരിയില്ല. നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം ഉടനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കാരണം കൊണ്ടാണ് ആ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാഞ്ഞത് കേട്ടോ. മല്ലി മുളക് മാത്രം നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മളുടെ കുമ്പളങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിക്കായിട്ട് ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പുളി കുറവാണെങ്കിൽ 2 തക്കാളിയൊക്കെ ഇടണമെങ്കിൽ ഇടാം. പിന്നെ വാളൻപുളി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ പറയുക തക്കാളി എടുത്താൽ മതി എന്നാണ് കേട്ടോ പറയുക. ഒത്തിരി പുളിയുടെ ആവശ്യമില്ല ഈ കറിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് തക്കാളി എടുക്കുന്നതാവും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു തക്കാളി മുഴുവനായിട്ടും കുറച്ച് വലിയ പീസായിട്ട് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ ചട്ടിയിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കുക്കറിൽ ചെയ്തിട്ട് ഒരു 1-2 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. കുമ്പളങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. കുമ്പളങ്ങ വെന്ത് വരുന്ന ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് നോക്കാം. അരപ്പിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയൊരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലൊരു കടായിലോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വൈറ്റ് കളറായി വരുന്ന വരെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയും കൂടെ ചേർത്ത് വേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല തീയലിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ വറുത്തെടുക്കുക. തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരേ അതിൽ വെച്ച് തേങ്ങ വറുത്തെടുക്കുന്നതാണ് നല്ലത്. എങ്കിലേ നമ്മുടെ തേങ്ങ കറക്റ്റായിട്ട് റോസ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നല്ല ഈ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് വാങ്ങാം. പിന്നെ ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ചട്ടിയിലെ ചൂട് കാരണം കൊണ്ട് അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് തന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് കുമ്പളങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. കുമ്പളങ്ങയുടെ വൈറ്റ് കളറൊക്കെ മാറി കണ്ടില്ലേ, നല്ല മുളകൊക്കെ പിടിച്ച് നല്ല കഷ്ണങ്ങളായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. തേങ്ങ ചൂടാറിയതിന് ശേഷം നമുക്കിനി അരച്ചെടുക്കാം. ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. അതിന് ശേഷം നമുക്കിനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാതെ ഇതുപോലെ അരച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മിക്സിയിൽ ബാക്കി വരുന്ന ഈ ഒരു അരപ്പ് ഒരു 1/4 കപ്പ് വെള്ളങ്ങാനും ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ആ മിക്സിയിലും കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ആ വെള്ളം കൂടി ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഇനി ഈ തേങ്ങ അരപ്പൊക്കെ ഒന്ന് ചേർന്ന് ആ കറി ഒന്ന് സെറ്റായിട്ട് വരാനായിട്ടുള്ള ഒരു സമയം മാത്രം മതി. അപ്പോൾ നന്നായിട്ട് ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. നന്നായിട്ട് തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ തേങ്ങ അരച്ച കറികളുടെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ഈ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്ത് കറി നന്നായി തിളച്ച് ആ തേങ്ങയിൽ നിന്ന് ഇതുപോലെ എണ്ണ ഇങ്ങനെ പിരിഞ്ഞ് വരും. അതാണ് നമ്മളെ ഈ തീയലിനൊക്കെ ചേരുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു പാകത്തിന് നിങ്ങൾ കറി കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് കറി ഒന്ന് പാകമായിട്ട് വരാനായിട്ട് എന്തായാലും ഒരു 3-4 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം, അടച്ച്. ഇനി നമുക്ക് കറി കാച്ചാനായിട്ടുള്ള പരിപാടി നോക്കാം. അപ്പോൾ കാച്ചൊഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ചുവന്നുള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ മൂപ്പിച്ചിട്ടെടുക്കുക. ഈ ഒരു കളറാവുമ്പോൾ നോക്കി നെയ്യിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ഒന്ന് നടുകെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കാച്ചൊഴിക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ നമ്മുടെ കറിയിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ പതിവ് കറികളൊക്കെ ഒന്ന് വിട്ട് ഇതുപോലൊരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവും കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല കറികളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.